ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഒരു ദുൽഖർ സിനിമ കണ്ടിട്ട് നാളുകളായി എന്ന് പറയാം. അങ്ങനെ പറയാനൊന്നും പറ്റില്ല. കാരണം ലക്കി ഭാസ്കർ എന്ന സിനിമ ഇറങ്ങി വമ്പൻ വിജയമായി ഇന്ത്യക്കും അകത്തും പുറത്തുമൊക്കെ റെക്കോർഡ് തകർത്ത സിനിമ. അത് പക്ഷേ ഒരു തെലുങ്ക് സിനിമയായിരുന്നു. പക്ഷേ ഒരു മലയാള സിനിമയിൽ ദുൽഖർ വന്നിട്ട് കുറച്ച് നാളുകളായി. നാളെ ദുൽഖറിൻ്റെ പുതിയ മലയാള സിനിമയുടെ ടൈറ്റിൽ റിവീൽ ചെയ്യാൻ പോകുന്നു എന്നുള്ള അപ്ഡേറ്റ് ഒഫീഷ്യലായിട്ട് ദുൽഖർ തന്നെ പുറത്ത് വിട്ടിരിക്കുകയാണ്. നഹാസ് ഹിദായത്തുമൊന്നിച്ചുള്ള ആ ഒരു സിനിമയുടെ ടൈറ്റിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് എത്തും എന്നുള്ളതാണ്. ഏറെയും നാളുകളായി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ദുൽഖർ എപ്പോഴാണ് മലയാളത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള കാര്യം. കിങ് ഓഫ് കൊത്ത എന്ന സിനിമയ്ക്ക് ശേഷം ഇത്രത്തോളം ഗംഭീരമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേറെ ഒരു യൂത്ത് താരത്തിനും നടന്നിട്ടില്ല എന്ന് പറയാം. വലിയ പരാജയമായ ഒരു ചിത്രം 40 കോടിയോളമാണ് കളക്ട് ചെയ്ത് എന്ന് ഓർക്കുമ്പോൾ അതിഗംഭീരമെന്ന് തന്നെ പറയാം. കാരണം ഇതേപോലെ ക്രൗഡ് പുള്ളറായ വേറെ ഒരു യുവ നടനില്ല. അത് ദുൽഖറിന് മാത്രം അവകാശപ്പെട്ടതാണ്. വീണ്ടും ദുൽഖർ മലയാളത്തിലേക്ക് വരുമ്പോൾ ഒരുപിടി ചിത്രങ്ങളുമായിട്ടാണ് എന്നാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും 3ഓളം ചിത്രങ്ങൾ ഇതിനോടകം കൺഫേം ആയിരിക്കുന്നു. അതിലാദ്യത്തേത് നഹാസ് ഹിദായത്തുമായിട്ട് ഒന്നിച്ചുള്ളതാണ്, മറ്റൊന്ന് സൗബിനുമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കാത്തിരിക്കാം. എന്തായാലും ദുൽഖറിൻ്റെ 2 ചിത്രങ്ങളാണ് ഇപ്പോൾ തെലുങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കാന്ത ഓൾമോസ്റ്റ് ഫിനിഷ് ആയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ദുൽഖർ മലയാളത്തിലേക്ക് വരികയാണ്. മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സൂപ്പർ താരം ദുൽഖറിൻ്റെ സിനിമയ്ക്ക് കാത്തിരിക്കുന്നത് ആരൊക്കെ, അതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ ആദ്യ അക്ഷരം തുടങ്ങുന്നത് ഏതിൽ നിന്നാണ് എന്നുള്ളതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അത് കമൻസിലേക്ക് വരിക. നിങ്ങൾ കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് അപ്ഡേറ്റ് പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം, സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.